ഇന്ന് നമ്മൾ ഹൗസ് വാമിങ് ഏകദേശം നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഓരോ വർക്കുകൾ, ചെറിയ ചെറിയ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് നമ്മുടെ പുറത്ത്, അതായത് മഴ പെയ്ക്കാനുള്ള മഴ പെയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ. വൈകുന്നേരം 3 മണിയാണ് സമയം. നമ്മുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കും. ചെറിയ ചെറിയ പരിപാടികളിങ്ങനെ, കുഞ്ഞു കുഞ്ഞു പരിപാടികളിങ്ങനെ നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ തന്നെയാണ് പെയിൻ്റ് അടിക്കുന്നത്. പിന്നെ ഈ ഫ്രണ്ടിൽ കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മുടെ ചരൽ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ മണൽ അരിച്ചിട്ടുള്ള ചരൽ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ചരൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മണൽ ചരലായിട്ട് രണ്ടായിട്ട് മിക്സ് ചെയ്ത് തരുന്ന ടീം അവിടുന്ന് വാങ്ങിയതാണ്. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ വൃത്തിയൊന്നുമില്ല, വലിയ ഭംഗിയില്ലാത്ത രീതിയിലാണ് ഓരോ ഇത് കാണുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ ഉണ്ടായിരിക്കും. ഇവിടെ നമ്മളിത് വെള്ളമൊഴിച്ച് കഴുകിയതാണ്. നല്ല അതിലിഞ്ഞ് കുറേ ചെറിയ ചെറിയ മരക്കഷ്ണവും കൊമ്പും അതും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കണം. നമ്മൾ ജനലിൽ വെച്ച് ഞാൻ കാണിച്ചു തന്നിരുന്നു. മേലെ ജനൽ വെച്ചിട്ടുണ്ടല്ലേ, കിളിവാതിലിൽ നമ്മൾ ഒരു പ്ലസ് പോലത്തെ ഒരു ജനൽ വെച്ചിട്ടുണ്ട്. ഞാനവിടെ പുറത്ത് പോയി അതിൻ്റെ ഉള്ളിൽ പോയി കാണിച്ചു തരാം. നേരെ നമ്മൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി, ഇപ്പോൾ ജനലിൻ്റെ കളർ നിങ്ങൾ കാണുന്നില്ലേ. ഇപ്പോൾ ജനൽ അവിടുന്ന് ലൈറ്റ് ഇങ്ങോട്ട് ഉള്ളിലേക്ക് അടിക്കുന്നുണ്ട്. ഞാൻ അടുക്കളയുടെ കാര്യം ഇതിന് മുന്നേ ഞാൻ കാണിച്ചു തന്നിരുന്നു. ഇവിടെ നമ്മുടെ ഒരു വാതിലുണ്ട്. അതായത് നമ്മുടെ ഒരു ചെറിയൊരു എന്താ പറയുക, ചിലവ് കുറഞ്ഞ ഒരു വാഷ് ബേസിൻ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പെൻസ് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തരാം. എത്ര രൂപ ഇതിന് എക്സ്പെൻസ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തരാം. ഇതിപ്പോൾ ഗ്യാസ് സിലിണ്ടർ പുറത്തായിട്ട് വെച്ചത്. ഗ്യാസ് സിലിണ്ടർ ശരിക്കും നമ്മൾ അടുക്കളയുടെ ബാക്കിലാണ് വെക്കേണ്ടത്. അതോടെ ബാക്കിൽ തുളച്ചതിന് ശേഷം അപ്പുറത്തോട്ട് വെക്കാനുള്ളതാണ്. അതിൻ്റെ സെറ്റിങ്സൊക്കെ നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ഇവിടെ 2 കളർ ഗ്ലാസ് ഇവിടെയും പിന്നെ 2 കളർ ഗ്ലാസ് ഇവിടെയും അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. സ്ലൈഡിങ് ആണ്, അതായത് ഇത് ഡോറിങ്ങനെ നമുക്ക് നീക്കാം. സ്ലൈഡിങ്ങിൻ്റെ ഡോറാണ് അല്ലേ. നല്ല വ്യൂ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ ബാക്കി വന്ന ഓടാണ് കേട്ടോ ബാക്കിലുള്ളത്. ഞാൻ മേലേക്ക് പോയി കാണിച്ചു തരാം. മുകളിലുള്ള ഇതിൽ ഞാൻ കാണിച്ചു തരാം. മുകളിൽ നമ്മുടെ കോണി ഇങ്ങനെ കയറി കഴിഞ്ഞാൽ അത് നിങ്ങൾ ഈ ഗ്ലാസ് കാണാൻ നല്ല രസമുണ്ട് അല്ലേ. അവിടെ സൂര്യപ്രകാശം അടിക്കുന്നതുകൊണ്ടുള്ള ആ ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്ത് കാണും. ഇവിടെ നീല ഗ്ലാസും ഇവിടെ മഞ്ഞ ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നേരെ നമുക്ക് പുറത്തേക്കുള്ള കാഴ്ച കാണിച്ചു തരാം. പുറത്ത് നമ്മുടെ പന്തലിടാനുള്ള ഗ്രൗണ്ടൊക്കെ അവിടെ നിരന്ന് കിടക്കുന്നുണ്ട്. ഇവിടെ ഇതിലൊരു നീല ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഇവിടെ ഒരു വൈറ്റ് ഗ്ലാസ്സാണ്. നേരെ വന്നു കഴിഞ്ഞാൽ മുകളിൽ ഇവിടെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും 2 മജന്ത കളറും താഴെ ഒരു വൈറ്റ് കളറും. അതായത് നമ്മുടെ എന്താ പറയുക, സാധാ വൈറ്റ് തീമിനുള്ള ഗ്ലാസ്സാണ് താഴത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അത് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കുറ്റിയുണ്ട്. തുറന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം ഇതും കൂടി കവറിങ് ആണ്. അതുകൊണ്ട് ഒറ്റ കുറ്റി ഇട്ടാൽ തന്നെ നമുക്ക് മൊത്തം അടഞ്ഞു പോകും. ഇത് നമുക്കിവിടെ പതുക്കെ തുറക്കാം. 2 കൂടി ഒന്നിച്ച് തുറക്കാം അല്ലേ. അടിപൊളിയല്ലേ. നേരെ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ വാതിലിവിടെ, അതായത് ഓട് ഇവിടെ ഇങ്ങനെ നിരന്ന് കാണും. നല്ല വൈബാണ് അല്ലേ. ജാലകം തുറന്നിട്ട മാതിരി നല്ല മനോഹരമായ കാഴ്ചയാണ്. ആകാശം നല്ല നേളിച്ച് നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരു 2 മല നമ്മുടെ വീടിൻ്റെ 2 സൈഡിനുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വീടിന് ഇപ്പം എൻ്റെ സൗണ്ടിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും കേട്ടോ. കാരണം ജലദോഷം പിടിച്ചിട്ടുണ്ട്, അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ പുറത്തേക്കുള്ള ജാലകത്തിൻ്റെ ഭംഗി. പുറത്തേക്കുള്ള ജാലകം ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇത് നമ്മളോട് പലരും പറഞ്ഞിരുന്നു എന്താ ഇത് ഇങ്ങനെ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ. അതായത് മൊത്തം പ്ലെയിൻ ആയിട്ടാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞുണ്ടാക്കിയ ജനലായിരുന്നു. ഇത് നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ വർക്കിൽ പറഞ്ഞ് ചെയ്യിച്ച വർക്കാണിത്. സിമെൻറ്റാണ് അതിൻ്റെ ഉള്ളിൽ, സിമെൻറ്റ് അതിൻ്റെ ഉള്ളിൽ നിറച്ചതാണ്. ഇങ്ങനെ ചെയ്യാനുള്ള കാരണം നമുക്കിതിങ്ങനെ തുറന്ന് കിടക്കണം. അതായത് പണ്ടത്തെ പോലത്തെ ഒരു ജനലാണ് ഇവിടെ വേണ്ടതെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നല്ല വിസ്താരമുള്ള തുറന്ന്, ഇപ്പോൾ ഇവിടെ ഒരു കപ്പിൾസൊക്കെ വരികയാണെങ്കിൽ നമുക്കിവിടെ
ഒരാൾ ഇവിടെയും ഒരാൾ അവിടെയും നിൽക്കുകയാണെങ്കിൽ നമുക്ക് താഴത്തുനിന്ന് വീട്ടിൻ്റെ താഴത്തുനിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല വൈബായിട്ട് കാണാൻ പറ്റും. വൈബായിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. എത്രത്തോളം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതിൽ കൂടെ നമ്മളെ കിളിവാതിലുണ്ട്. ഇവിടെ കിളിവാതിലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു അടിപൊളി ഒരു മല കാണാം. അത് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കണ്ടില്ലേ, അവിടെ ഒരു മല കാണുന്നുണ്ട് ഈ സമയത്ത്. അത് ഈ നിലമ്പൂർ ഭാഗത്തൊക്കെ ഉള്ള, നിലമ്പൂരിൻ്റെ ആ ഒരു സൈഡിലേക്കുള്ള മലയായിട്ട് കാണുന്നത്. അടുത്ത് നമ്മൾ അവിടെ നിന്ന് നേരെ പോന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് മലകൾ ഈ ഭാഗത്തേക്കില്ല. ഈ ഭാഗത്തൊരു കിളിവാതിലുണ്ട്, അതിൽ കൂടെ അങ്ങനെ കാണാം. ഇനിയിപ്പോൾ നമുക്ക് നേരെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ താഴത്തിറങ്ങി നേരെ നമ്മുടെ പഴയ പത്തായപ്പുരയുടെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ബാൽക്കണി ഉണ്ട്. നമുക്ക് ഈ ഒരു ബാൽക്കണി ഈ ബാൽക്കണിക്ക് കയറുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ പന്തലിടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ലിയോ, എന്താ പരിപാടി? ഇത് കണ്ടെങ്കിൽ ഇത് ഈ ഒരു ഭാഗത്തുനിന്ന് മല കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നേരത്ത് മല കാണുന്നില്ല. ഇതാണ് നമ്മുടെ ഈ സൈഡിൽ നിന്ന് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. ഇവിടെയാണ് നമ്മുടെ പരിപാടികളൊക്കെ നടക്കുക. ഓപ്പണായിട്ടാണ് നമ്മൾ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ പന്തലിടാൻ പ്ലാനില്ല. നമ്മൾ ലൈറ്റൊക്കെ വെച്ച് ഫുള്ള് അറേഞ്ച് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇത് ഒരു മണിക്കൂറും ചില്ലറയിലാണ് നമ്മളിത് മൊത്തം നിരത്തിയിട്ടുള്ളത്. അന്ന് നമുക്കിതുവരെ JCB ഓടിക്കാൻ പറ്റിയില്ല. അന്ന് നമ്മളൊരു ഫ്രണ്ട് ഇത് ഓടിക്കാനുള്ളൊരു സൗകര്യം കിട്ടിയിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മളെ ചാനലിലിട്ടിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതാണ് ഇപ്പോൾ നമ്മുടെ പന്തലിടാനുള്ള ഏരിയ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. ഓരോരോ വർക്ക് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. ഇവിടെ ഒരു കൃഷ്ണൻ്റെ ഇത് നിങ്ങൾ കാണുന്നുണ്ടാവും. അത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ആളുടെ ഒരു സഹായം കൊണ്ട് കിട്ടിയത്. നമ്മളത് മൊത്തത്തിലൊരു ബിൽഡിങ്ങിൽ ഇതാണ് എടുത്തത്. കൃഷ്ണൻ്റെയാണ് കിട്ടിയത്. അത് അന്ന് നമുക്ക് 600 രൂപയായിരുന്നു. അതായത് ഏകദേശം 9 കിലോ 8 കിലോമീറ്റർ വെയിറ്റ് ഉണ്ടായിരുന്നു ഇരുമ്പ്. അങ്ങനെ വാങ്ങിയതായിരുന്നു അത് നല്ല അടിപൊളിയായിട്ട് തന്നെ അവിടെ സെറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ അതിൻ്റെ താഴെ ഒന്ന് കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. അതായത് അതിൻ്റെ ഒരു ഭാഗം കൃഷ്ണൻ്റെ മൊത്തം ഭാഗം കൊള്ളുന്നൊരു രീതിയിലല്ലായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ താഴെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ കോണിയുടെ വിവരങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ മേലേക്ക് കയറി കാണിച്ചു തരാം. കയറി പോകുമ്പോൾ കയറുമ്പോൾ ഒരു കൃഷ്ണൻ്റെ ഒരു നല്ല ഇത് മൊത്തത്തിൽ നമുക്ക് അന്ന് 600-500 രൂപയ്ക്കൊക്കെ വാങ്ങിയതാണ്. ഒരുപാട് മുന്നേ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട് പണി തുടങ്ങുന്ന ആ സമയത്ത് വാങ്ങിയിട്ടുണ്ട്. ഇത് നേരെ നമ്മൾ ഓടാമല് തുറന്നു കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് നല്ല കാറ്റാട്ടോ ഈ സമയത്ത്. കാറ്റ് മാത്രമല്ല നല്ല വെയിലുണ്ടേ. അതാക്കണേ. ഇവിടുന്ന് മല കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മല ഈ സമയത്ത് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞതാണ്. ഇവിടെ നിൽക്കാൻ വയ്യട്ടോ, ഭയങ്കര ചൂടുണ്ട്. ഞാൻ ഇരുന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ടാങ്കിൻ്റെ മറവിലാണ് ഞാൻ ഇരിക്കുന്നത്. വെയിൽ ഭയങ്കര വെയിലാണ്. ഇതാണ് ആ മല. മനസ്സിലേ? ആ മലയുടെ വ്യൂ നമുക്ക് ഇവിടുന്ന് നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ വീടിനൊക്കെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണ കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയുടേത്. ഇത് കുറച്ചും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്തേക്ക് എല്ലാം നല്ല വൃത്തിയാക്കിയിടും. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം. താങ്ക്